ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാണ്ടിട്ടാണ്, സംസാരിക്കേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്കൊരു ഇതിലൊരു പ്രതീക്ഷ നൽകുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ മീഡിയാസ് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് വിമർശകരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് പത്തി മടക്കിയിട്ടുണ്ട്, ഒന്ന് പത്തി താത്തിയിട്ടുണ്ട്. അധികം സംസാരമല്ല, നല്ല നല്ല നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ ഇടപെട്ട് സംസാരിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കും തോന്നിയിട്ടുണ്ട് ഞാൻ വെറുതെ ഇതിനെപ്പറ്റി വിമർശിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോ പിന്നെയും നമുക്ക് അറിയേണ്ടത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ പി ഉസ്താദ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്, എ പി ഉസ്താദ് വലിയ പങ്കില്ല, കേന്ദ്രത്തിനാണ് പങ്ക് എന്നൊക്കെ ഇപ്പോഴും പല വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിമുഖം ഇപ്പൊ വന്നിട്ടുണ്ട്, ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ആയതാണ്. അതിൽ ചാണ്ടി ഉമ്മൻ എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് കേട്ട് നോക്കാം. ഇതിൽ എ പി ഉസ്താദിന്റെ റോൾ എന്താണ്, പങ്ക് എന്താന്നുള്ളത് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്നോട് ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? അദ്ദേഹത്തിന് അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിൽ, അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ്. അദ്ദേഹം അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു, അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു, കേസ് വിളിപ്പിച്ചു, അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആൻഡ് ചെയ്തു. നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ്. അപ്പോൾ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നിമിഷപ്രിയയുടെ എക്സിക്യൂഷന് താൽക്കാലികമായിട്ടൊക്കെ സ്റ്റേ കിട്ടിയത് അദ്ദേഹത്തിന് ഒരു വലിയ റോളുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് റോളോ വലിയ റോളാണ്. അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിനകത്തൊന്നും രാഷ്ട്രീയമോ മറ്റുള്ള പരിഗണന ഒന്നും ഞാൻ നോക്കുന്ന ആളല്ല. യാഥാർത്ഥ്യം എന്താണോ അത് പറയുക എന്നുള്ളതാണ്. യാഥാർത്ഥ്യം എന്താണ്? ഗവൺമെന്റിന്റെ വലിയ റോൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഒരൊറ്റ ദിവസത്തെ അദ്ദേഹം പോയി കാന്തപുരം ഉസ്താദിൽ സംസാരിച്ചു, എ പി ഉസ്താദിൽ സംസാരിച്ചു. അദ്ദേഹം അവിടെയുള്ള മതപണ്ഡിതരുമായിട്ട് ഫോണിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ മാസം 16-ാം തീയതി കൈമരത്തിൽ കയറിന്റെ നിമിഷപ്രിയയുടെ ആ ഒരു തീരുമാനം ഒരൊറ്റ ദിവസം കൊണ്ടാണ് മരവിപ്പിച്ചതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അവർ 5-6 കൊല്ലമായിട്ട് ഇതിന്റെ നിമിഷപ്രിയന്റെ സംഘാടക സമിതി ഒക്കെ 5-6 വർഷമായിട്ട് അവർ ഇന്നലെയും പറഞ്ഞു ഇരുട്ട് തപ്പുകയായിരുന്നു. പലരും പറഞ്ഞു. പക്ഷെ ഒരൊറ്റ ദിവസത്തെ ആ ഒരു ഫോൺ കോളിലൂടെ ഉസ്താദിന് അതൊക്കെ ചെയ്യാൻ പറ്റി. ഉസ്താദിന്റെ അവിടെയുള്ള സ്വാധീനം, പൊതുവെ ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്വാധീനം നമ്മൾ മനസ്സിലാക്കേണ്ടേ വേണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടല്ലേ, ഇത് ഇവിടെ തെറ്റുകാരി അല്ല നിമിഷപ്രിയ എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ സംഭവിച്ചു പോയി കാണും, അറിഞ്ഞോ അറിയാതെയോ പോയിട്ടുണ്ടാവാം. അത് കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ഇത് കറക്റ്റ് കുറ്റം തെളിഞ്ഞിട്ടില്ല. ഈ 16-ാം തീയതി എല്ലാം തീരണ്ട എടുത്തുനിന്നാണ് ഈ എ പി ഉസ്താദിന്റെ ഇടപെടൽ കാരണം ഇതിങ്ങനെയൊക്കെ ആയത്. നമ്മൾ അതൊന്നും സ്മരിക്കാൻ പാടില്ല, മറക്കാൻ പാടില്ല. നമ്മൾ വെറുതെ ഒരാളെ പറ്റി കുറ്റവും കാര്യങ്ങളും മാത്രം പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ച് ഓർക്കണം. ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യത്തിന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തു നിന്നാണ്, അവിടെ നിന്നാണ് ഒരു ദിവസം കൊണ്ടെല്ലാം തീർപ്പാക്കി ആ വധശിക്ഷ നീട്ടിവെക്കുന്നത്. എനിക്കിതേ പറയാനുള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നമ്മൾ വിമർശിച്ചാൽ മാത്രം പോരാ. നമുക്ക് എന്തായാലും നമ്മളവിടെ കൂടെ നിന്നാലില്ലെങ്കിൽ അവർ ചെയ്യേണ്ട നന്മകളും നല്ല പ്രവൃത്തികളും അവർ ചെയ്തുകൊണ്ടേ നിൽക്കും. അവർക്ക് ഈ ഇഹലോകത്തുനിന്ന് അവർക്ക് പിന്നെ കൂലി കിട്ടേണ്ടിയിട്ടല്ല, അവരും മതപരമായിട്ടാണെങ്കിൽ പരലോകത്തേക്ക് വേണ്ടിയും കൂടിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അതാണ് മെയിൻ കൂലി എന്ന് പറയുന്നത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഉസ്താദിന് ദീർഘായുസ്സോടു കൂടിയുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കുക, അല്ലാണ്ട് വെറും കുറ്റങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. ഓക്കെ, താങ്ക് യു.